ഹലോ മക്കളെ, അപ്പോൾ എക്സാം ആകാൻ ഇനി വളരെ കുറച്ച് സമയം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ അല്ലേ. അപ്പോൾ നിങ്ങളിങ്ങനെ വിചാരിക്കുന്നുണ്ടാവും, മിസ് എന്തിനാണ് ഈ എക്സാം എടുത്തു എന്നുള്ള കാര്യം ഇത്ര ഹാപ്പി ആയിട്ട് പറയുന്നത് എന്നുള്ളത്. സംഭവം നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ തീയാണ് അല്ലേ. കാരണം എക്സാം എടുത്തു തുടങ്ങി ഒത്തിരി ചാപ്റ്റേഴ്സ് പഠിക്കാത്തത് നോക്കി കഴിഞ്ഞാൽ കുറേ കിടക്കുകയാണ് അല്ലേ. ഇങ്ങനെ പെൻഡിങ് ആയിട്ട് ഇങ്ങനെ കുറേ മല പോലെ കിടക്കുകയാണ് കുറേ ചാപ്റ്റേഴ്സ്. ഇതൊക്കെ ഏത് കാലത്ത് പഠിച്ചു തീർക്കും എന്നുള്ളത് നമുക്കും ദൈവം തമ്പുരാന് പോലും ഒരു ഐഡിയ ഉണ്ടാവില്ല അല്ലേ. കാരണം അത്രയും കുറേ ചാപ്റ്റേഴ്സ് നമുക്ക് ബാക്ക്ലോഗ് ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഈ അവസാന നിമിഷത്തിൽ ഇനി വളരെ കുറച്ച് സമയം മാത്രമുള്ള ഫെബ്രുവരി ഒക്കെ നോക്കിയിരുന്നിട്ട് ഒരു കാര്യമില്ല, ഒന്ന് കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും ഫെബ്രുവരി അങ്ങ് തീർന്നു കിട്ടും. അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ ഇനി എന്ത് ചെയ്യും? എല്ലാവരും ആകെപ്പാടെ സങ്കടപ്പെട്ട് ഒരു ഡെസ്പ് അടിച്ചിട്ടിരിക്കുകയായിരിക്കില്ലേ. കാരണം ഇനി നമ്മുടെ കയ്യിൽ അല്ലെ മിസ് തീർന്നു, മിസ് എല്ലാം തീർന്നു, ഇനി ഞങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല, പ്രതീക്ഷയൊക്കെ അതേ പോയി. കാരണം എക്സാം അടുത്തു. ഇതുവരെ നമ്മൾ കുറച്ചൊക്കെ ഉഴപ്പൊക്കെ നടന്നിട്ടുണ്ടായിരിക്കും. പക്ഷേ അവസാന നിമിഷത്തിൽ എല്ലാം നമുക്ക് പിടിച്ചെടുക്കാനായിട്ട് പറ്റും എന്നുള്ളൊരു ഹോപ്പ് നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഈ പുതുതായിട്ട് വന്നിട്ടുള്ള കുറേ ചാപ്റ്റേഴ്സ് ഒക്കെ കണ്ടപ്പോഴേക്കും നമ്മുടെ കിളിയൊക്കെ പോയില്ലേ. കാരണം അവസാന നിമിഷത്തേക്ക് നമുക്ക് ലാസ്റ്റ് നോക്കാലോ എന്നൊക്കെ വിചാരിച്ച് കുറേ ചാപ്റ്റേഴ്സ് നമ്മളിങ്ങനെ മാറ്റി വെച്ചെങ്കിലും അവസാന നിമിഷം ആയപ്പോഴാണ് നമുക്ക് ആ ഒരു സത്യം നമ്മൾ തിരിച്ചറിഞ്ഞത് അല്ലേ. നമ്മളെ കൊണ്ട് ഇനി വിചാരിച്ചു കഴിഞ്ഞാൽ കൂട്ടിയെ കൂടില്ല മിസ്സേ, ഞങ്ങൾ തളർന്നു, ഇനി നമുക്ക് നോക്കിയിട്ട് ഒരു കാര്യമില്ല, ആകെപ്പാടെ സീനാണ്, ഇനി ചാപ്റ്റേഴ്സ് ഒക്കെ കുറേ കെടുക്കുകയാണ്. അപ്പോൾ അവിടെ നിന്നും പഠിച്ചിട്ടൊന്നും ഒന്നും ഓർമ്മയിൽ നിൽക്കുന്നുമില്ല. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത്, ഇനി എവിടെ നിന്ന് തുടങ്ങും, എങ്ങനെ തുടങ്ങും, ഒരു ഐഡിയ ഇല്ലാണ്ടിരിക്കുകയാണ് അല്ലേ എല്ലാവരും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട, നമുക്ക് എല്ലാ പ്രോബ്ലത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ടായിരിക്കില്ലേ. ഇപ്പം എല്ലാവരും ഇങ്ങനെ സങ്കടപ്പെട്ട് ആകെ ടയേർഡായി ആകെ വിഷമിച്ച് നെഞ്ചിൽ മൊത്തം ആളലായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലേ. അപ്പം ആ ഒരു ആളെ നമുക്ക് മാറ്റിയെടുക്കണ്ടേ. നമുക്ക് ഈ ഭയങ്കര ടെൻഷനൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് കുറേ ചാപ്റ്റേഴ്സ് അവിടെ പെൻഡിങ് കിടക്കുന്നു, സീനാണ്, ഒരു കറക്റ്റായിട്ടുള്ളൊരു ടൈം ടേബിൾ ഇല്ല, പ്രോപ്പറായിട്ട് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് അറിയില്ല, തോന്നിയ നേരത്തെ നമ്മൾ പഠിക്കുന്നു. അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് നമുക്ക് ഒന്നൊരു ഓർഡർ ഇല്ലാണ്ട് വരുമ്പോഴാണ് നമുക്ക് ഒന്നും പഠിച്ചിട്ടില്ല എന്നുള്ളത് മനസ്സിൽ നമ്മൾ തന്നെ തിരിച്ചറിയുന്നത് അല്ലേ. എങ്ങനെ കുറേ അവിടെ നിന്നൊക്കെ പഠിച്ചിട്ടൊന്നും ഒന്നും എവിടെയും എത്തുന്നില്ല. അപ്പം അങ്ങനെയുള്ള സമയത്താണ് നമുക്ക് ടെൻഷൻ വല്ലാതെ കൂടുന്നത്. ആ ടെൻഷൻ നമ്മുടെ എക്സാമിനെയും ബാധിക്കും അല്ലേ. അപ്പം ടെൻഷൻ നന്നായിട്ട് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്? നല്ലൊരു പ്ലാൻ വേണം അല്ലേ. നമ്മൾ എപ്പോഴും എന്ത് കാര്യം ചെയ്യുമ്പോഴും പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു കുഴപ്പമില്ലാതെ കൂളായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാൻ പറ്റും അല്ലേ. അപ്പം അങ്ങനെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ടൈം ടേബിൾ നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ അതിശയിച്ചു പോകില്ല. കാരണം കുറച്ച് ദിവസത്തിനുള്ളിൽ നമ്മൾ ഒറ്റയ്ക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും നടക്കുക? കുറേ അവിടെ നിന്നൊക്കെ പഠിക്കുന്നു, ഒരു ദിവസം എങ്ങനെയൊക്കെയോ തീർന്നു പോകുന്നു, ദിവസങ്ങളൊക്കെ പെട്ടെന്ന് പോകും, ഒരു വസ്തു നമ്മൾ പഠിച്ച് തീർന്നിട്ടുണ്ടാവില്ല അല്ലേ. പക്ഷെ പ്രോപ്പറായിട്ടുള്ളൊരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണെന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും നിങ്ങൾ പഠിച്ചു തീർക്കുന്ന ഓരോ ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം നിങ്ങളൊന്ന് നോക്കിക്കോ. അതിൽ നല്ലോണം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് ഫൈനൽ എക്സാം അടുക്കുമ്പോഴേക്കും കംപ്ലീറ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് എൻ്റെ കുട്ടികൾ പഠിച്ച് തീർത്തിരിക്കും. ഓക്കെ, ഇത് മിസ്സിൻ്റെ ഉറപ്പാണ്. അപ്പം ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കൂടിയും ഇനിയുള്ള ദിവസം നിങ്ങൾ ഒന്ന് ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സാമിനർ ഫാമിലി വരുന്നുണ്ട് ഒരു കിഡിലൻ എക്സാമിനർ ചാലഞ്ചുമായിട്ട്. അപ്പോൾ ആ ഒരു ചാലഞ്ച് എന്താണ് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ സൺഡേ ഈ താഴെ കാണുന്ന സമയത്ത് നമ്മുടെ ചാനലിലേക്ക് വരണം. കാരണം ആ ഒരു ലൈവ് അറ്റൻഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവൂ എന്താണ് ഇനി ചെയ്യേണ്ടത്. കുറേ പേരൊക്കെ ആകെപ്പാട് ഫ്രസ്ട്രേഷനിലൊക്കെ ആയിരിക്കും. കാരണം ഒന്നും പഠിച്ചിട്ടില്ല മിസ്സേ, എല്ലാവരുടെയും അല്ലേ. നമുക്കിപ്പോൾ എല്ലാ എക്സാമിനും നല്ല മാർക്ക് വാങ്ങണം എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം അല്ലേ. ഇപ്പം ഇതിപ്പോൾ ഏത് ചെറിയ ക്ലാസ്സിലായി കഴിഞ്ഞാലും ഈ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്നതിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ വലിയ ക്ലാസ്സസിലൊക്കെ ഇതൊക്കെ അതിൻ്റെ ബേസിക്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിക്കണം എന്നുള്ളത് ഓരോ ക്ലാസ്സിലും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് വെറുതെ കളയാൻ പറ്റില്ല അല്ലേ. ഇതുവരെ നമ്മൾ കുറച്ച് കുഴപ്പി കളഞ്ഞിട്ടുണ്ടാവും, അതൊക്കെ കുഴപ്പമില്ല, അതൊക്കെ ചെയ്യുന്ന മിസ്സ് ഇതിനുള്ളിൽ നമ്മൾ ഒതുക്കുകയാണ്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇനി നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് നെഞ്ചിൽ മൊത്തം ആളലായിട്ട് നടക്കേണ്ട ഒരു ആവശ്യമില്ല. ഇനിയുള്ള ദിവസങ്ങൾ എൻ്റെ കുട്ടികൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ചാലഞ്ച് നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് ഫോളോ ചെയ്യുക. ഒരു അടിപൊളി സ്റ്റഡി പ്ലാൻ ആയിരിക്കും. സൺഡേ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു താഴെ കാണുന്ന സമയത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി സ്റ്റഡി ടൈം ടേബിൾ നിങ്ങൾക്ക് കിട്ടും. ആ ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ആ പ്ലാൻ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സാം അടുക്കുമ്പോഴേക്കും കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് എല്ലാ ചാപ്റ്റേഴ്സും റിവൈസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം നന്നായിട്ട് പഠിക്കുക. ഇനിയുള്ള ദിവസങ്ങളാണ് നമ്മുടെ ആ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ ഓരോ ദിവസവും നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചോ. ഓരോ ദിവസം ഇതുവരെ കഴിഞ്ഞൊക്കെ പോട്ടെ, ഇതുവരെ നമ്മൾ ഇങ്ങനെ ആകെപ്പാടെ ശോകടിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കാൻ പോവാണ്. ആ ഒരു വാശി, ആ ഒരു സ്പിരിറ്റ് നമ്മുടെ ഉള്ളിൽ വേണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സാമിനർ ഫാമിലി നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. നമ്മൾ അടിപൊളിയായിട്ട് ഒരേ ആവേശത്തോടു കൂടെ ഒരുമിച്ച് നമ്മൾ പഠിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ആരും അത് മിസ് ചെയ്യുന്ന മക്കളെ. അപ്പോൾ എല്ലാവരും മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലേക്ക് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം.
കാരണം ഈ ഒരു ലൈവ് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഈ ഒരു അവസാന നിമിഷത്തിൽ നന്നായിട്ട് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന മക്കൾക്ക് എല്ലാവർക്കും നമ്മുടെ ലൈവിലേക്ക് വരാം. അടിപൊളിയായിട്ട് നമ്മുടെ ടീച്ചേഴ്സ് ഫുൾ ഫാക്കൽറ്റീസ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. അടിപൊളിയായിട്ട് നമുക്ക് പഠിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു സ്റ്റഡി ടൈം ടേബിൾ അറിയണമെന്നുണ്ടെങ്കിൽ മാക്സിമം ഫ്രണ്ട്സ് ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ കുറേ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് നമ്മുടെ കാര്യം നോക്കിയിരുന്നൊരു കാര്യമില്ലല്ലോ, നമ്മളെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം അല്ലേ. അപ്പം നമ്മൾ സ്വന്തം കാര്യം മാത്രമല്ല ബാക്കിയുള്ള നമ്മുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും അത് വളരെയധികം യൂസ്ഫുൾ ആകുമെന്ന് അറിയുകയാണെന്നുണ്ടെങ്കിൽ അത് അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ ആ ലൈവിൻ്റെ ലിങ്ക് എന്ന് പറയുന്നത് ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഇപ്പം തന്നെ ലൈക്കൊക്കെ ചെയ്ത് വെക്കാം, മാക്സിമം ഷെയർ ഒക്കെ ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി അടിച്ചു പൊളിച്ച് പഠിക്കല്ലേ. അപ്പോൾ എല്ലാവരും ലൈവിന് കറക്റ്റ് സമയത്ത് നമ്മുടെ ചാനലിലേക്ക് ഉണ്ടാവും. മെസ്സേജ് ഞങ്ങൾ റെഡി ആണ് എന്നുണ്ടെങ്കിൽ വേഗം തന്നെ ചെയ്യാം. നമ്മുടെ കമന്റ് ബോക്സിൽ റെഡിനെസ് എന്ന് പറഞ്ഞിട്ട് കുറേ ഫയർ ഇമോജിസും ഒക്കെ ഇട്ടിട്ട് സെറ്റാക്കി വെക്കുക. അപ്പോൾ മിസ് ഉണ്ടായിരിക്കും, നമ്മുടെ ഫുൾ ഫാക്കൽറ്റീസ് ഉണ്ടായിരിക്കും. എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയായിരിക്കും ആ ഒരു കിഡിലൈൻ ടൈം ടേബിൾ അല്ലെങ്കിൽ ആ ഒരു കിഡിലൈൻ സ്റ്റഡി പ്ലാൻ പറഞ്ഞു തരാനായിട്ട്. ഓക്കെ, അപ്പോൾ ആരും അത് മിസ് ചെയ്യരുത്.